ഹലോ, ഇന്നത്തെ വീഡിയോ നമുക്കൊരു മണി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഉണ്ടായിട്ടുള്ളൊരു മണി പ്ലാന്റിൽ ഒരു പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വേര് മുളയ്ക്കുന്ന സ്പേസ് കണ്ടോ. നമ്മളത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് മണ്ണിലേക്ക് കുത്തുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കുകയോ ചെയ്യാം. മണി പ്ലാന്റ് രണ്ട് രീതിയിലും വളരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ നന്നായിട്ട് ബുഷ് പോലെ ഇത് സ്പ്രെഡായിട്ടുണ്ടാവും. ഈ ലീഫ് അങ്ങ് വലുതാവും. അപ്പോൾ ഇതേപോലെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അതായത് ആ തണ്ടിൻ്റെ അടിയിലേക്ക് ഇത് വരുന്ന ആ സ്പേസിൻ്റെ അറ്റത്തും ഇപ്പുറത്തുമായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ ഭാഗമാണ് നമ്മൾ മണ്ണിലേക്ക് കുത്തി കൊടുക്കേണ്ടത്. അങ്ങനെ ബാക്കിയുള്ള ഇലകളും കൂടി അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ആ വേരിൻ്റെ ഭാഗം അടിയിലേക്ക് ആക്കിയിരുന്ന രീതിയിലാണ് നമ്മളിത് കുത്തി കൊടുക്കേണ്ടത്. കുത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അമ്പിച്ച് കൊടുത്താൽ മതി. ഒന്ന് താഴ്ത്തി കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ള ഇതും കൂടി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ കട്ട് ചെയ്തതും ഞാൻ ഇതിലേക്ക് മണ്ണിലോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് വലുതായിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടാകുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇപ്പം ഒരു 50 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇത്രയും ആയിട്ടുള്ളത്. 50-55 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതാ ഇങ്ങനെ സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ബുഷ് പോലെ കണ്ടോ. അതിലേക്ക് ബ്രാഞ്ചസൊക്കെ വേറെ വന്നിട്ടുണ്ട്. നമ്മൾ കുത്തി കൊടുത്ത അതിൽ നിന്ന് തന്നെ വേറെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ഭംഗിയിൽ ഇത് സെറ്റ് ചെയ്യാം. നല്ല ഭംഗിയുള്ള പോട്ടിലേക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാം. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാം. അധികം ചിലവില്ലാത്ത ഒരു ഇതാണ് മണി പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ. നമുക്കിത് ഹാങ്ങിങ് ചെടിയിലേക്കും ഹാങ്ങിങ് പോട്ടിലേക്കും വെച്ച് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ജാർ എടുത്തിട്ട് ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ ഇത് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വേരുകളായിട്ട് വെള്ളത്തിലും ഇത് ഗ്രോ ചെയ്യും. അതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിലും മണി പ്ലാന്റ്സിനെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.